എൻ്റെ പേര് ജിൻഡോ, എൻ്റെ വൈഫ് അന്നു. ഞങ്ങളിനി പാരൻറ്റിങ്ങിനെ കുറിച്ചാണ് കുറച്ച് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു കോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു അപ്പസ്റ്റോളിക് എക്സ്റ്റോർട്ടേഷൻ ഉണ്ട്, ഫാമിലിയാരിസ് കൺസോർഷ്യോ. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പാരൻറ്റിങ് is presented as a mission of love and education, where parents are the first educators in both human and Christian values. They form their children through daily witness, prayer, and guidance in truth, preparing them for responsible adulthood and holiness. ഈ ഒരു കാര്യം ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിള്ളേരെ റേസ് ചെയ്യുമ്പോൾ ഞങ്ങളതൊരു മെയിൻ കോർ ഓഫ് റേസിങ് ചിൽഡ്രൻ, പാരൻറ്റിങ്, ക്രിസ്ത്യൻ പാരൻറ്റിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഇതിൽ പറയുന്നത് ദിസ് ഈസ് എ പ്രൈമറി വൊക്കേഷൻ. ഓക്കെ, എൻ്റെ ഒരു അപ്പൻ, ഒരു ഫാദർ, ഹസ്ബൻഡ്, ഫാദർ ഓഫ് ചിൽഡ്രൻ എന്ന രീതിയിൽ ദിസ് ഈസ് മൈ പ്രൈമറി വൊക്കേഷൻ. ദീസ് ആർ ദ പീപ്പിൾ who we are first called to evangelize. അപ്പോൾ ഇവരെയാണ് ഫസ്റ്റ് പ്രൈമറി ഇവാഞ്ചലൈസേഷൻ ചെയ്യാനായി ദൈവം മുന്നിൽ തന്നിട്ടുള്ളത് ഇവരെയാണ്. ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി. അത് ഈസി ജോബല്ല കുഞ്ഞു പിള്ളേരെ വിശ്വാസത്തിൽ എന്നും അക്കമ്പനി ചെയ്ത് വളർത്തുക. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ കോർ തിങ്സ് അറിഞ്ഞിരിക്കേണ്ടത്. ദിസ് ഈസ് എ പ്രൈമറി വൊക്കേഷൻ ആൻഡ് അവർ ചിൽഡ്രൻ ആർ ദ ഫസ്റ്റ് പീപ്പിൾ ദാറ്റ് വി ഹാവ് ടു ഇവാഞ്ചലൈസ് ടു ഗ്രോ ദം and to become responsible adults. സോ അവർക്ക് ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വി ഡു ഫാമിലി പ്രേയർ. അത് നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഫുൾ കൊന്ത ചെല്ലാൻ പറ്റാറില്ല. കുഞ്ഞു പിള്ളേരായതുകൊണ്ട് ചിലപ്പോൾ ഒരു ഡെക്കേഡും പിന്നെ അതിൻ്റെ കൂടെ ആക്റ്റീവായിട്ട് അവർ പിള്ളേർ ചിലപ്പോൾ ഒരു പാട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഇച്ചിരൂടെ ചെറുതായിരുന്നപ്പോൾ ആക്ഷൻ സോങ്, ഇപ്പോഴും ഉണ്ട് ചിലപ്പോൾ ആക്ഷൻ സോങ്. പിന്നെ അവരെ കൊണ്ടൊരു ഡൈനാമിക് പ്രയർ, അതായത് എല്ലാ ദിവസവും ഞങ്ങൾ ഫാമിലി പ്രയറിന് ഇരിക്കുമ്പോൾ പറയും ഈശോയോട് ഇന്ന് താങ്ക്സ് പറയുന്ന എന്തൊക്കെ സംഭവിച്ചു. അപ്പോൾ ഇപ്പോൾ അവർക്ക് ഒരു യൂസ് ടു ആയി ഒരു ചെറിയ ഒരു 2 സെന്റൻസിലേ കാണത്തുള്ളൂ, ഒരു ചെറിയ സമ്മറി പോലെ ഈശോയെ ഇന്ന കാര്യങ്ങളൊക്കെ നടന്നു, വിഷമം വന്നു, അല്ലെങ്കിൽ സന്തോഷം വന്നു, അല്ലെങ്കിൽ എനിക്കിത് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഈശോയായിട്ടൊരു പേഴ്സണൽ കണക്ഷൻ പിള്ളേർക്ക്, എനിക്ക് നമ്മുടെ ഏറ്റവും വലിയ ഇതാണല്ലോ ഈശോയെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈശോയുമായിട്ടുള്ള ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാക്കാനുള്ള രീതിയിൽ ആണ് ഞങ്ങൾ ആ ഫാമിലി പ്രയർ ചെറുതായിട്ട് സെറ്റ് ചെയ്യും. ഒത്തിരി ലോങ് ഒന്നും അല്ല, ചെറിയ. പിന്നെ ഓരോ കാത്തലിക് ട്രഡീഷൻ അനുസരിച്ച് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ഇപ്പോൾ കൊന്തമാസം വന്നാൽ ഞങ്ങൾ കൊന്ത ചെല്ലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉപവാസം വന്നാൽ ഉപവാസത്തിന്റെ പ്രാർത്ഥന ചെല്ലും. റോസറി എല്ലാ ദിവസവും ഉണ്ട്, പക്ഷെ കൊന്തമാസം നമ്മൾ കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ടൊക്കെ ചെയ്യുമായിരുന്നു. അവർക്ക് ആ ഒരു ഫീൽ ചെയ്യാൻ. പിന്നെ ഞങ്ങളായിരിക്കുന്ന നെതർലാൻഡ്സിൽ അങ്ങനെ പിള്ളേർക്ക് ഒരു ഫെയ്ത്ത് ഇൻപുട്ട് കിട്ടാനൊക്കെ കുറെ പാടാണ്. അപ്പൊ നമ്മളായിട്ടൊരു എഫേർട്ട് ഇട്ടാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ അതിൻ്റെതായ കുറെ എഫേർട്സ്. ഇപ്പൊ കുടുംബ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ അവരെ കിടക്കുന്ന സമയത്ത് ഒരു സങ്കീർത്തനം 23 അങ്ങനത്തെ അതിൻ്റെതായ കുറച്ച് പ്രാർത്ഥനകളും കാവൽമാലാഖയുടെ പ്രാർത്ഥനയും അങ്ങനത്തെ ചൊല്ലും. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും മുന്നേ മറന്നില്ലെങ്കിൽ, പലപ്പോഴും ധൃതിയിൽ അത് മറന്നില്ലെങ്കിൽ ഗ്രേസ് ബിഫോർ മീൽസ് അങ്ങനത്തെ, അതൊരു വെസ്റ്റേൺ ട്രഡീഷൻ കൂടുതൽ അതാണ്. അപ്പൊ അതും ചെയ്യും. ഞങ്ങൾ ഡെയിലി മാസിന് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഞങ്ങളുടെ സിറ്റുവേഷനിൽ ഡെയിലി മാസ് ഇല്ല. ഡെയിലി മാസ് എത്തണമെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. സൺഡേ മാസ് അവർക്ക് അറിയാം, ദർ ഇസ് നോ അതർ ഓപ്ഷൻ സൺഡേ. കാരണം ഞങ്ങൾ അവിടെ ആയിരിക്കുന്ന സ്ഥലത്ത് സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് ഡേ പോലെ, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഡേ പോലെയൊക്കെയാണ് അവിടെ കാണുന്നത്. പക്ഷെ നമുക്കിപ്പോൾ നമ്മുടെ മക്കൾക്ക് അറിയാം അത് നമ്മൾ സൺഡേ എന്ന് പറഞ്ഞാൽ പള്ളി കുർബാന, അപ്പോൾ അന്ന് കുർബാനയ്ക്ക് പോകുന്നു. അതുപോലെ കാറ്റക്കിസം, ഞങ്ങള് ഡച്ച് പള്ളികളിൽ കാറ്റക്കിസം ഇല്ല, പക്ഷെ ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഇംഗ്ലീഷ് പള്ളിയിൽ ഒരു കാറ്റക്കിസം, അത്ര വലിയ ഡീപ് കാറ്റക്കിസം ഒന്നും അല്ല, എന്നാൽ ചെറിയ ഷാലോ ആണ്. എന്നാലും അവർക്ക് ഒരു ഫീലിംഗ് ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ ആ ഒരു പോകുന്ന അറ്റ്ലീസ്റ്റ് ആ ഒരു സമയത്താണ് വേറെ ഫെയ്ത്ത് ഉള്ള കുട്ടികളെ വേറെ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ കാറ്റഗിസം. പിന്നെ എവറി അതർ സാറ്റർഡേ ബ്ലൂ സിസ്റ്റേഴ്സിന്റെ അവിടെ ഒരു കോൺഗ്രിഗേഷൻ ആണ്. അപ്പൊ അത് എവറി അതർ സാറ്റർഡേ അവർ പിള്ളേർക്ക് വേണ്ടി ഒറട്ടോറിയം എന്ന് പറഞ്ഞൊരു ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഒരു മിനിസ്ട്രി എന്ന് പറയുന്നത് കൊച്ചു പിള്ളേരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യലാണ്. ഡോൺ ബോസ്കോ പിള്ളേരെ കൊണ്ട് ചെയ്തിരുന്ന പോലെ പിള്ളേരെ കളിപ്പിക്കും, അതിനുശേഷം ഒരുമിച്ചൊരു ആക്ടിവിറ്റി ചെയ്യാതെ പ്രാർത്ഥിക്കും. അതേപോലെ സിസ്റ്റർമാരെ ഇവരെ കൊണ്ട് ചെയ്യും. പിള്ളേർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ പ്രായമുള്ള ഒരു 10, 15, 20 പിള്ളേർ പലപ്പോഴും വന്ന് അവരുടെ കൂടെ ഒരു ഫെയ്ത്തിൻ്റെതായ എക്സ്ട്രാ ഇൻപുട്സ് കുറെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഞങ്ങള് ആ ഒരു സാധനം ഫെയ്ത്ത്, ക്രിസ്ത്യൻ ഫെയ്ത്ത്, കാത്തലിക് ഫെയ്ത്ത് കിട്ടാൻ വേണ്ടി കൊടുക്കും.
സമ്മർ ക്യാമ്പ് അവിടെ ഇപ്പൊ മറിയം ഞങ്ങളുടെ മൂത്ത ആളിപ്പോ 8.5 വയസ്സാണ്. അപ്പൊ അവളെ ഈ പ്രാവശ്യം ആദ്യമായിട്ട് അവള് ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞു. അപ്പൊ സമ്മർ ക്യാമ്പിന് വിട്ടു. കാരണം അവിടെ ആയിരിക്കുന്ന സ്ഥലം, ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒരു ഫെയ്ത്ത് ഇൻപുട്ട് ഞങ്ങളാൽ കൊടുക്കുന്നതുണ്ട്. അതിനപ്പുറം കിട്ടാൻ പറ്റുന്ന എവിടെയാണോ ഉള്ളത് അവിടേക്ക് പിള്ളേരെ മാക്സിമം ഒരു എഫേർട്ട് ഇട്ട്, ഞങ്ങളാൽ കഴിയുന്ന ഒരു എഫേർട്ട് ഇട്ട് കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ സ്പിരിച്വൽ കണ്ടന്റ് നമ്മൾ ഒത്തിരി ക്രിസ്ത്യൻ ബുക്സുകൾ, അതുപോലെ ഇപ്പോൾ ഒത്തിരി കണ്ടന്റ് ഉണ്ട് ടിവിയിലൊക്കെ ആണെങ്കിലും. മിന്നോ കിഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി സ്പിരിച്വൽ ഇൻപുട്ട് അല്ലെ ബിബ്ലിക്കൽ ഇൻപുട്ട് കിട്ടുന്ന പല കാർട്ടൂൺസ്. അപ്പോൾ അവർ സൺഡേ ഞങ്ങൾ അത് മാത്രമേ സാധാരണ വെച്ച് കൊടുക്കാറുള്ളൂ, വേറെ കണ്ടന്റ്സ് ഒന്നും അങ്ങനെ വെച്ച് കൊടുക്കാറില്ല. അപ്പോൾ അവർക്കും അറിയാം. പിന്നെ അതിൽ കൂടി അവർ കുറേ ബൈബിള് പഠിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അവർ ചെറുപ്പത്തിലേ മുതൽ അത് കണ്ട് യൂസ് ടു ആയത് കാരണം അവർക്കറിയാം, അത് അവർ കാണുന്നുണ്ട്. ടിവി ടൈം ഭയങ്കര ലിമിറ്റഡ് ആണ്. ടിവി കാണും, അവർ ബാക്കിയുള്ളതും കാണാറുണ്ട്, പക്ഷെ ഞങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ടേ കൊടുക്കാറുള്ളൂ. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഇച്ചിരി ടൈം വെച്ച് അവർക്ക് അറിയാം എത്ര സമയം കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങള് ഫ്രൈഡേയും സാറ്റർഡേയും വേറെ കാര്യങ്ങൾ വെക്കും, സൺഡേ ഇത് വെക്കും. അതല്ലാണ്ട് മേ ബി ഇച്ചിരി സ്പോർട്സ് കാണണമെങ്കിൽ സ്പോർട്സിന്റെ സാധനങ്ങൾ ഞങ്ങൾ വെക്കും. അത് നോട്ട് ടു മച്ച്. പിന്നെ ക്രിസ്ത്യൻ ബുക്സ് അത് അവിടെ കിട്ടാൻ ഇച്ചിരി പാടാണ്. പക്ഷെ ഞാനിങ്ങനെ കുറെ നോക്കി കണ്ടുപിടിച്ച് എഫേർട്ട് ഇട്ട് കുറച്ച് ക്രിസ്ത്യൻ ബുക്സുകൾ വാങ്ങിച്ച് ആ കണ്ടന്റ്സ് കൊടുക്കാനായിട്ട് നോക്കും. അപ്പൊ അവരിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ് ഒക്കെ ആയിട്ട് അവരുടെ ഉള്ളിലേക്ക് ചെല്ലാനായിട്ട്. പിന്നെ എനിക്കൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ ഒരു സ്പിരിച്വൽ ഫോർമേഷന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം, ഈശോയുമായിട്ട് അവർക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, അതായത് ഈശോ അവരുടെ കൂടെയുള്ള ഒരാളായിട്ട് അവർക്ക് തോന്നുന്ന രീതിയിൽ അല്ലേ. അപ്പൊ അത് കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചേട്ടന് ഓരോ കാര്യത്തിന് ഇവരെ കൊണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒക്കെ അവരിങ്ങനെ പിള്ളേർ ബാക്കിലിരുന്ന് സംസാരിക്കും, എൻ്റെ അടുത്ത് ഇതേപോലെ സംസാരിക്കും. അപ്പൊ അവരെന്തെങ്കിലും ചെറിയപ്പോ മക്കള് സ്വിമ്മിങ്ങിന് മൂത്ത 2 പേര് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഭയങ്കര പേടിയായിരുന്നു സ്വിമ്മിങ്. അപ്പൊ അതിങ്ങനെ പറയുമ്പോഴത്തേക്കും അത് ഇരുന്ന് കേൾക്കും. അത് കേട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻഡിൽ പറയും, ഓക്കെ നമുക്കത് ഈശോയോടൊന്ന് പറഞ്ഞാലോ ഇന്നത്തെ ടെൻഷനൊക്കെ എന്ന് പറഞ്ഞൊരു സെന്റൻസ് അവരുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിപ്പിക്കും. അവരെ കൂട്ടി ഈ പ്രാർത്ഥന നിങ്ങളും കൂടെ ഒന്ന് പറ എന്ന് പറഞ്ഞൊരു 1 സെന്റൻസ് അത് പറയും. അത് കഴിഞ്ഞ് സ്വിമ്മിങ് പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ പറയും, അമ്മ പപ്പ അല്ലെങ്കിൽ ഇത്രയും ടെൻഷൻ അടിച്ച പോലെ ഒന്നും പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഈശോ നമ്മുടെ പ്രാർത്ഥന കേട്ടു. അപ്പോൾ അവർക്കത് അവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇപ്പൊ അങ്ങനെ അവരങ്ങനത്തെ ഇതുള്ളപ്പോൾ പറയും, അല്ലെ പപ്പ മമ്മ സറണ്ടർ പ്രയർ. ഹാലോ എന്ന് പറഞ്ഞ ആപ്പിൽ ഒരു സറണ്ടർ നൊവേന ഉണ്ട്. അപ്പൊ ആ നൊവേന ഇങ്ങനെ ഭയങ്കര കുഞ്ഞു പിള്ളേരാണ്, അവർക്ക് ചെറിയ ചെറിയ ടെൻഷനുകളാണ്. ഇന്ന ആള് കാണും, അവളെന്നെ ചീത്ത പറയല, ഇടികൂടാൻ വരും. അപ്പൊ ആ പ്രാർത്ഥന സമർപ്പിച്ച് സറണ്ടർ നൊവേന. അപ്പൊ ഓരോ കോണ്ടെക്സ്റ്റില്, ഇപ്പൊ വേറെ സമയത്താണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന, അങ്ങനെ ഓരോ കോണ്ടെക്സ്റ്റ് ഇങ്ങനത്തെ ടെക്നോളജി ഉപയോഗിക്കും. ഇപ്പൊ ഹാലോ ആപ്പ് വെച്ച് ഞങ്ങൾ പ്ലേ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു പോകും. പിന്നെ ഇതുപോലെ തന്നെ ഞങ്ങളുടെ ചുറ്റുമുള്ള ഇപ്പൊ ഞങ്ങൾ 2 ഫാമിലീസ് ഉണ്ട്. അതിൽ അവരും അവരുടെ വീട്ടിലും ചെയ്യുന്ന ഫെയ്ത്ത് റിലേറ്റഡ് കാര്യങ്ങൾ ഇവരും കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു വേറെ ഫാമിലി, ഒരു ചേട്ടനുണ്ട്, ജി സി വീട്ടിലുള്ള ചേട്ടൻ, റോഷൻ ചേട്ടൻ പിള്ളേരെ കൊണ്ട് ഞങ്ങളുടെ പിള്ളേരെ കൊണ്ട് കാറിൽ പോകുമ്പോൾ ഒരു ആംബുലൻസ് വരുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഹാബിറ്റാണ് അവിടെ പോയി ഒരു ഹെയിൽ മേരി ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ ഒരു ഹെയിൽ മേരി ആംബുലൻസിന്റെ സൗണ്ട് അല്ലെങ്കിൽ ഫയർഫോഴ്സിന്റെ സൗണ്ട്, പോലീസിന്റെ സൗണ്ട്, കാറ് സൈറൻ പോകുമ്പോൾ ഹെയിൽ മേരി ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ അവര് ഇപ്പൊ എവിടെ ആംബുലൻസ്, ഫയർഫോഴ്സ്, പോലീസൊക്കെ സൈറൻ അടിച്ച് പോവാണെങ്കിൽ അവർ ഹെയിൽ മേരി ചൊല്ലും. ആര് ചുറ്റുണ്ടെങ്കിലും അവർ ചൊല്ലും. ഞങ്ങളായിട്ട് പഠിപ്പിച്ചതല്ല. അപ്പൊ ആ ഒരു കമ്മ്യൂണിറ്റി അടുത്തുള്ള കമ്മ്യൂണിറ്റി വേണം പിള്ളേരെ ഫെയ്ത്തിൽ വളർത്താൻ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതില്ലാണ്ടാവുമ്പോൾ നമ്മൾ ആ കമ്മ്യൂണിറ്റിനെ കണ്ടുപിടിക്കണം, തേടി പിടിക്കണം, ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവാൻ വേണ്ടിയുള്ള എഫേർട്ട് ഉണ്ട്. അപ്പൊ ഇതൊരു പാരന്റിങ്ങിന് അപ്പുറം ഒരു കമ്മ്യൂണിറ്റി ഫോർമേഷനും അതിൻ്റെ ഉള്ളിൽ വരും. അപ്പൊ ഈ സ്പിരിച്വൽ കണ്ടന്റ് കാര്യം പറഞ്ഞ ഇതുപോലെ പലരും ഗിഫ്റ്റും കൊടുക്കാറുണ്ട്. ഇപ്പൊ ബുക്സ്, ഇവരൊക്കെ ബുക്സ് ഞങ്ങൾ പറയും ബുക്സ് കൊടുത്ത കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പിള്ളേർക്കും മറ്റു ഞങ്ങളുടെ വയസ്സായിട്ടുള്ളവരും കാത്തലിക് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ പിള്ളേർക്ക് ഞങ്ങളും ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കും. സോ ദാറ്റ്സ് സംതിങ്. വെർച്യൂസിൽ അല്ലേ ഇത് ഞങ്ങളൊരു പാരന്റിങ് ബുക്ക് വായിച്ചിരുന്നു. അത് എനിക്കൊന്ന് പറയുന്നല്ലായിരിക്കും. പാരന്റിങ് വിത്ത് ഗ്രേസ് ബൈ ഗ്രെഗറി പൊപ്ചാക്ക് ആൻഡ് ലിസ പൊപ്ചാക്ക്. ആ ബുക്ക് വായിച്ച് ഞങ്ങൾക്ക് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ആ ബുക്ക്. അപ്പോൾ അതിൽ അവരിങ്ങനെ കുറേ അത് ഞങ്ങൾ ഒത്തിരി ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൽ പറയും നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും, ഇപ്പം ഞങ്ങൾക്ക് 4 കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ഒരു കൊച്ച് കർത്താവിൻ്റെ കൂടെയാണ്, 3 കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ. അപ്പോൾ അതിൽ ഓരോ കുഞ്ഞും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൽ ഓരോ കുഞ്ഞിനും ഏത് വെർച്യൂസിലാണ് വളരേണ്ടതെന്ന് നമുക്ക് ഏകദേശം നമുക്ക് അറിയാം. ഓഫ് കോഴ്സ് നമുക്ക് പാരൻസിന് അറിയാമല്ലോ. അപ്പോൾ ഞങ്ങളുടെ മൂത്ത കുഞ്ഞ് ഇന്ന വെർച്യൂവിൽ വളരണം, രണ്ടാമത്തെ ആൾ മറ്റേ വെർച്യൂവിൽ വളരണം. അപ്പോൾ ആ ഒരു വെർച്യൂവിൽ ഓരോ കുഞ്ഞിനെ വളർത്താനായിട്ട് ഇപ്പോൾ ഒരു കുഞ്ഞിന് ജനറോസിറ്റി ഇച്ചിരി കുറവാണ്. അപ്പോൾ ആ ജനറോസിറ്റി ആ കുഞ്ഞിനെ വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ
ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യും. അപ്പൊ എനിക്ക് തോന്നുന്നു അവർക്ക് തന്നെ അറിയാം അവർ ആ ഒരു പർട്ടിക്കുലർ വെർച്വൽ ഇച്ചിരി വളരാനുണ്ട്. അവർക്കൊരു ഒരു അവയർനെസ് ഇപ്പൊ അവർക്കും ഉണ്ട്. അതെനിക്ക് തോന്നുന്നതല്ലേ അതൊരു ഒത്തിരി നല്ലൊരു ഇതാണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവങ്ങള്. പിന്നെ ഒന്ന് ഞങ്ങൾ മനസ്സിലായത് ഈ ലെക്ചർ പാരൻസ് ഒരു ലെക്ചർ ഒരു പ്രാവശ്യം കൊടുത്തു പോയതുകൊണ്ട് കാര്യമില്ല. നമ്മൾ കണ്ടിന്യൂസ്ലി അവരെ സഹായിച്ച് അവരെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക മാത്രമല്ല അതിനപ്പുറം അവരെ ഹെൽപ്പ് ചെയ്യണം അതിൽ വളരാൻ. അപ്പോൾ ഒരു ഞാനതിനെ കമ്പയർ ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു ജീസസ് യൂത്തിലോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ സിറ്റുവേഷൻസിൽ നമുക്ക് കിട്ടുന്ന ഡിസൈപ്പിളിങ്. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ പിള്ളേരെയും ഡിസൈപ്പിൾ ചെയ്യണം. ഇപ്പം മകനാണെങ്കിലും മകളാണെങ്കിലും ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ കണ്ടിന്യൂസ്ലി ഡിസൈപ്പിൾ ചെയ്തുകൊണ്ടിരിക്കും. അവർ ഡേ ടു ഡേ അവരോട് ജീവിക്കുന്നതുകൊണ്ട് അവരുടെ ഓരോ കാര്യങ്ങൾ കാണുന്നു, അതനുസരിച്ചൊക്കെ നീ ഇത് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്യും. ഇപ്പോൾ കംഫർട്ട് സോണിൽ നിന്ന് പുഷ് ചെയ്യും പുറത്തോട്ട്. ഇല്ല പേടിയാന്ന് പറയുമ്പോൾ ഒക്കെ പേടി മാറാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇല്ല നീ ഇതിൽ വളരണം, അവൾക്ക് വേറൊരാൾക്ക് ഉള്ള കൃപയായിരിക്കും, അവന് അങ്ങനെ കഴിവുണ്ട്, എനിക്കതില്ല, ഓക്കെ ലെറ്റ്സ് പ്രേ, ദൈവം തരാണെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു കണ്ടിന്യൂസ് അറ്റാച്ച്മെന്റ് പാരന്റിങ് അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് നമ്മുടെ പേഴ്സണൽ ഹോളിനെസ് അവര് കാണാന്നുള്ളത്. കാരണം നമ്മൾ ഈ ലെക്ചറൊക്കെ ഒത്തിരി ലെക്ചർ അടിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായത് ഒന്നോ രണ്ടോ ഈ പ്രയർ ഒക്കെ ആണെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ ഒത്തിരി ലെക്ചർ അടിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് തലയിൽ നിൽക്കില്ല. പക്ഷെ അവരെ നമ്മളെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പിള്ളേരൊരു സ്പോഞ്ചിനെ പോലെയാണ് വലിച്ചെടുക്കുന്ന ഓരോ കാര്യങ്ങളും. അപ്പൊ ഇപ്പൊ ഞങ്ങൾ അവരോട് ദേഷ്യപ്പെട്ടാൽ ഓഫ്കോഴ്സ് ഞങ്ങളും പെർഫെക്റ്റ് പാരന്റ്സ് ഒന്നും അല്ല, പല സമയത്തും നമ്മൾ വീഴും, ഒത്തിരി ഫ്രീക്വന്റ് ആയിട്ട് വീഴും. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളെ കൺട്രോൾ പോയി അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടു അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മളും അവരോട് സോറി ചോദിക്കണം. സോറി ചോദിക്കാൻ ഞങ്ങൾ മടിക്കാറില്ല. അത് പിന്നെ അവരൊന്ന് സോറി ചോദിച്ച് കെട്ടിപ്പിടിച്ച് സ്നേഹം കൊടുത്ത് പിന്നെ നമ്മുടെ പേഴ്സണൽ ഹോളിനെസ് അവർ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ ഗിഫ്റ്റ് ആണ് പിള്ളേർക്ക്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എക്സോഡസ് 90 2-3 പ്രാവശ്യം ചെയ്തിരുന്നു. ആ സമയത്ത് ഫോണിന്റെ ഉപയോഗം കുറയ്ക്കണം. അപ്പൊ ഞാൻ ഫോൺ എടുക്കണാണോ പിള്ളേർ ചോദിക്കും, പപ്പ അതെന്താ എടുക്കണേ, പപ്പ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ കടിച്ചു പിടിച്ച് ശരിയാണ്, പാടില്ല, ഓക്കെ ഡൺ, ചെയ്യില്ല. അപ്പൊ അവരോട് പറയാം ഓക്കെ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ പപ്പയ്ക്ക് പോയിന്റ് ഔട്ട് ചെയ്താൽ പപ്പ ചെയ്യില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവർക്കൊരു ധൈര്യം കിട്ടണം. ഓക്കെ ദിസ് ഈസ് ദ വേ ടു ഗ്രോ, യു ഫെയിൽ ആൻഡ് യു ലേൺ ആൻഡ് യു ഗ്രോ. അതവരും പഠിക്കുന്നു. ഇപ്പോൾ ഒരു സംഭവം ഉണ്ട്. ഇപ്പോൾ ഞാൻ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അതായത് നമ്മുടെ പിള്ളേർ നമ്മുടെ 11 ഇരട്ടിയാണ് നല്ലതും ചീത്തയായ കാര്യമാണ്. അപ്പോൾ എങ്ങനെ ആ ചീത്തയിൽ നിന്ന് മാറി നല്ലതിലേക്ക് അവരെ മാറ്റാം എന്നങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇപ്പോൾ ഒരു ഈസ്റ്റേൺ കാത്തലിക്സ് ഓർത്തഡോക്സ് ട്രഡീഷനിൽ ഒരു ബുക്ക് വായിച്ചിരുന്നു. അതിൽ കേട്ടതാണ്. അതായത് പിള്ളേരിൽ ഇത് കാണുന്നത് നമ്മുടെ കുറവുകൾ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ അതിനെ ഔട്ട്ഗ്രോ ചെയ്ത് അതിൽ നിന്ന് മാറി വരുമ്പോൾ പിള്ളേര് അത് ഒബ്സർവ് ചെയ്ത് അവരും അതിൽ നിന്ന് മാറി വരും. അപ്പോൾ നമ്മുടെ ഉള്ളിലത്തെ ആ ഒരു വീക്ക്നെസ്സോ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവിനെ നമ്മൾ കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് മാറുമ്പോൾ പിള്ളേരിലും അത് റിഫ്ലക്ട് ചെയ്ത് പിള്ളേരും അതിൽ നിന്ന് ഔട്ട്ഗ്രോ ചെയ്യുന്നു. സോ ഇറ്റ്സ് ഡബിൾ എഫേർട്ട്. ബേസിക്കലി എനിക്ക് തോന്നുന്നു പാരന്റിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് അല്ലെ, നമ്മൾ ട്രാൻസ്ഫോംഡ് ആവുകയാണ്. അത് ഈ വചനത്തിൽ പറയുന്ന പോലെ, അതായത് നിന്റെ സഹോദരന്റെ സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കളഞ്ഞതിന് ശേഷം സഹോദരന്റെ കണ്ണിലെ തടിക്കഷ്ണം പോയിന്റ് ഔട്ട് ചെയ്യുന്നത് സ്വന്തം കണ്ണില് എന്റെ നെഗറ്റീവ് അല്ലെങ്കിൽ എന്റെ ഉള്ളിലുള്ള ആ വീക്ക്നെസ്സിനെ മാറ്റിയിട്ട് വേണം എന്റെ അപ്പുറത്തുള്ള എന്റെ മകളുടെ വീക്ക്നെസ്സിനെ മാറ്റുക എന്നുള്ളത്. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ജോബ്. കാരണം നമ്മുടെ വീക്ക്നെസ്സുകൾ നമ്മുടെ മക്കളിൽ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്കാണ് അയ്യോ ഇത് എന്റെ ഉള്ളിലത്തെ കുറവാണ്, അപ്പൊ ഞാൻ ആദ്യം മാറണം. ഞാൻ ആദ്യം മാറിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിള്ളേരില് ആ മാറ്റം വരും. അതുപോലെ ഇതിലൊക്കെ സമ്മറൈസ് ചെയ്ത സംഭവം എന്ന് വെച്ചാൽ ഒരു ലോങ് ടേം ഒരു വ്യൂ ആണ്. പിള്ളേരുടെ ഫോർമേഷൻ ഇന്നോ നാളെ കൊണ്ടോ ഇങ്ങനെ മാറ്റാൻ പറ്റുന്നതല്ല. അത് പിള്ളേര് ഒരു 10, 15, 20, 30 വയസ്സ് വളരും. പിള്ളേര് പിന്നെ അഡൽട്സ് ആവും, വളരും. അപ്പൊ ആ ഒരു ലോങ് ടേം കണ്ണോടുകൂടി എപ്പോഴും ചിന്തിക്കണം. ദേഷ്യം വരുമ്പോഴോ ഒക്കെ ആ ലോങ് ടേമിൽ എന്താണ് ഹെൽപ്പ് ചെയ്യുക. ഇറ്റ്സ് നോട്ട് ഈസി. കണ്ടിന്യൂസ്ലി തലയിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ സംഭവം വരുമ്പോൾ നമ്മൾ ഇന്നത്തേക്ക് സോൾവ് ചെയ്യാനാണോ, ഇന്നൊരു ഷോർട്ട് ടേമിന് വേണ്ടി ടി വി വെച്ച് കൊടുത്ത കാര്യം മിണ്ടാണ്ടിരിക്കുകയോ, അതോ ലോങ് ടേമിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം.
പിള്ളേരെ ഓക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വെയിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്ന ഫോൺ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയും, നമുക്ക് ഫോൺ പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ടെംപ്റ്റേഷൻ ചിലപ്പോൾ വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നിടത്തൊക്കെ അത് വളരെ കോമൺ ആണ്. കാരണം അതാകുമ്പോൾ പിള്ളേർ അതിൽ ഇങ്ങനെ കുറെ നേരം സ്ക്രോൾ ചെയ്ത് അവിടെ ഇരിക്കും, നമുക്ക് വലിയ ശല്യമൊന്നും ഇല്ല, നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഫോൺ ഓക്കെ ഞങ്ങൾ ടി വി ഇടയ്ക്ക് വെച്ച് കൊടുക്കാറുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഫോൺ ഒരിക്കലും ഡിജിറ്റൽ ഡിവൈസസ് അത് കൊടുക്കാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരിക്കലും അതിൻ്റെ ഒരു സുഖം പിടിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ചെറുപ്പത്തിൽ ഓഫ്കോഴ്സ് ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ കൊടുക്കേണ്ട വരും, ഇല്ല എന്നല്ല. പക്ഷെ ഇപ്പം അവരുടെ ബ്രെയിൻ അതിനുള്ള ഡെവലപ്ഡ് അല്ലെങ്കിൽ ആ ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിട്ടില്ല. അപ്പോൾ ആ ഡിജിറ്റൽ ഡിവൈസിൽ നിന്ന് മാറി നിൽക്കും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഫോൺ മാറ്റി വെക്കാൻ പറയുമ്പോൾ നമ്മൾ പിള്ളേരെ എൻഗേജ് ചെയ്യണം. അത് ഇറ്റ്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. നമ്മൾ പിള്ളേരുടെ കൂടെ, പിന്നെ നമ്മൾ നമ്മുടെ ഫോൺ മാറ്റി വെക്കണം. പിള്ളേരെ അവിടെ എടുത്തിട്ട് നമ്മൾ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല. അപ്പം നമ്മുടെ ഫോണും മാറ്റണം, പിള്ളേർക്ക് കൊടുക്കുന്നത് മാറ്റണം, അവരെ എൻഗേജ് ചെയ്യുകയും ചെയ്യാം. ഇറ്റ്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. പക്ഷേ അതൊരു ലോങ് ടേമിൽ നോക്കുമ്പോൾ ദാറ്റ് ഹെൽപ്സ് ചിൽഡ്രൻ അല്ലേ, അവരുടെ ഫോർമേഷൻ. അതാകുമ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ കുറേ ബോറടിക്കും. അപ്പോൾ ഞാൻ പറയും ബോറടി അടിച്ചിട്ട് നല്ലതാണ്, ബോറടിക്കട്ടെ. അന്നേരത്തേക്കും തന്നെ അവർ തന്നെ എന്തെങ്കിലുമൊക്കെ നോക്കിക്കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഈസി റിസോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം അങ്ങനത്തെ ഫോർമേഷൻ ഉണ്ടാവത്തില്ല. പിന്നെ അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കുറേ കൂടെ പാടായിരിക്കും. ഫ്രീ പ്ലേ അത് കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ പിള്ളേർക്ക് പുറത്തിറങ്ങി കളിക്കാൻ പറ്റില്ല, തണുപ്പാണ്. അപ്പൊ വീടിന്റെ ഉള്ളിൽ തന്നെ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും, ചിലപ്പോ ഇടി ഉണ്ടാക്കും. അത് ഞാൻ ചുമ്മാ അവര് തന്നെ ഓരോ കടയിൽ കണ്ടുപിടിക്കും. ഇപ്പൊ നാട്ടിൽ വരുമ്പോ വ്യത്യാസമുണ്ട്, അവർക്ക് പുറത്തിറങ്ങി നടക്കാനോ അവിടെ എന്താ ചെയ്യണമെന്നോ അപ്പുറത്തെ വീട്ടിലുണ്ടെങ്കിൽ അപ്പൊ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞങ്ങൾക്ക് എപ്പോഴും പാരന്റിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈശോയാണല്ലോ നമുക്ക് മക്കളെ തന്നെ. ഈശോയ്ക്ക് അവരെ കുറിച്ച് ഓരോ പദ്ധതി ഉണ്ട്. ആ പദ്ധതി നമ്മുടെ പിള്ളേരെന്ന് പറയുമ്പോൾ പോലും ഞങ്ങൾ പറയാറുണ്ട്, വി ആർ ഫോസ്റ്റർ പാരന്റ്സ്. ആദ്യം കർത്താവാണ് അവരുടെ അപ്പൻ. അപ്പോൾ ഈശോയെ, നിന്റെ പിള്ളേരെ ഞങ്ങൾ എങ്ങനെ വളർത്തണം, ഈശോയ്ക്ക് ആ പർട്ടിക്കുലർ ആയിട്ടുള്ള കുഞ്ഞിനെ കുറിച്ച് എന്താണോ പദ്ധതി, ആ പദ്ധതിയിലേക്ക് എത്താനായിട്ട് ഞങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യാം. കാരണം അതിന് ഈശോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈശോ നമ്മളോടാണ് ചോദിക്കാനും പോകുന്നത്, എൻ്റെ കുഞ്ഞിനെ നീ എങ്ങനെ നോക്കി. അപ്പൊ ആ ഇതിലേക്ക് നമ്മൾ പറ്റുന്ന ആ കണ്ടീഷൻസ് എല്ലാം അവർക്കൊന്ന് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ ലാസ്റ്റ്ലി പറയാനുള്ള വെച്ചാൽ പിള്ളേരുടെ കൂടെ ഇൻഡിവിജ്വലി ഇച്ചിരി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു ഞാനൊരു കോട്ട് വായിക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. ഞങ്ങളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത ഒരു കോട്ടാണ്, C.S. ലൂയിസിന്റെ ഒരു കോട്ടാണ്. Children are not a distraction from more important work. They are the most important work. അതൊരു ഞങ്ങളെ ഭയങ്കര ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോട്ട. അവരാണ് ദേ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്. കാരണം നമ്മൾ നെക്സ്റ്റ് ജനറേഷനെ നമ്മൾ ഫോം ചെയ്യുവാണ്. അപ്പോൾ അതൊരു അല്ലേ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു ജോലിയാണ്. അപ്പോൾ അതിനെ നമ്മൾ എൻജോയ് ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴും അങ്ങനെയല്ല, പക്ഷെ അതിനെ നമ്മൾ എംബ്രേസ് ചെയ്ത് വി ആർ ദ പ്രൈമറി എഡ്യൂക്കേറ്റേഴ്സ്. നമ്മൾ ആദ്യം ഇവാഞ്ചലൈസ് ചെയ്യേണ്ടത് നമ്മുടെ മക്കളെ. ഓഫ് കോഴ്സ് നമുക്കൊന്നും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ വി ക്യാൻ കീപ്പ് ഓൺ പുട്ടിങ് എഫേർട്ട് ആൻഡ് കീപ്പ് ഓൺ സറണ്ടറിങ് ടു ലോർഡ്.